നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷൻ കാലമാണല്ലോ. മലയാള സിനിമയിൽ ഇലക്ഷൻ പ്രധാന വിഷയമായി എടുത്ത സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 1993 പുറത്തിറങ്ങിയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ ജഗദീഷ് ആയിരുന്നു നായകൻ. ഗീത, നരേന്ദ്രപ്രസാദ്, സുചിത്ര, സുരേഷ് ഗോപി, സിദ്ദിഖ്, മാമുകോയ, ബൈജു, വിജയരാഘവൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ തികച്ചും പാവപ്പെട്ടവരും സാധാരണക്കാരും ജീവിക്കുന്ന ഒരു കോളനി പ്രദേശത്ത് നിന്നും സാധാരണക്കാരനായ ഗോപാലകൃഷ്ണൻ എന്ന യുവാവ് ചില കാരണങ്ങളാൽ ഇലക്ഷനിൽ മത്സരിക്കുകയും ജയിച്ച് ആഭ്യന്തര മന്ത്രിയാകുകയും ചെയ്യുന്നു. പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നത്. എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്, നമ്പ്യാരോടല്ല, ജനങ്ങളോടാണ് എന്റെ കടപ്പാട്. രാഷ്ട്രീയത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയും പോരായ്മകളെയും തുറന്നു കാണിക്കുകയും വിമർശിക്കുകയും ഈ സിനിമ ചെയ്തിരുന്നു. രഞ്ജി പണിക്കരായിരുന്നു ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. രഞ്ജി പണിക്കർക്കും സംവിധായകൻ ഷാജി കൈലാസിനും ഈ സിനിമ വലിയ ബ്രേക്ക് നൽകിയിരുന്നു. അയോധ്യ പ്രശ്നവും മുംബൈ വർഗീയ കലാപവും കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജയ്ക്കുള്ള സ്ഥലങ്ങളല്ല. പ്രധാന സെന്ററുകളിൽ 150 ദിവസത്തിന് മുകളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. സാമ്പത്തികമായി വലിയ വിജയം നേടിയിരുന്നു ഈ ചിത്രം. അടുത്തത് 1987 തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ. സുരേഷ് ഗോപി, നളിനി, അടൂർ ബാസി, ജഗദീഷ് ശ്രീകുമാർ, ബാലൻ കെന്നാർ, ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. രാജകുടുംബാംഗമായ മഹേന്ദ്രവർമ്മയെ അച്ഛൻ വലിയ തമ്പുരാൻ പണം വാരിയെറിഞ്ഞ് രാഷ്ട്രീയത്തിലിറക്കുകയും ഇലക്ഷനിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാവുകയും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ചിലർ കാണിക്കുന്ന ഗിമ്മിക്സുകളും ഉടായ്പകളും സംവിധായകൻ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. വെള്ളം വരുന്നു, ഞങ്ങൾ തന്നാ അവിടുന്ന് കഴിക്കൂ. ടിറ്റമോൻ അങ്ങനൊരു ഉമ്മാനെ അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ഇവിടെ ഉമ്മ വെച്ചത്. ഡെന്നീസ് ജോസഫ് ആയിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. സിനിമ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിൽ നിന്നും ഒരുപാട് വൈകിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. കാരണം സെൻസർ ബോർഡുമായുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു. ജനാധിപത്യത്തെക്കാൾ നല്ലത് രാജഭരണമാണ് എന്ന ഈ സിനിമയിലെ ഒരു ഡയലോഗായിരുന്നു ഇതിന് കാരണം. ഒരുപാട് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് സിനിമ സർട്ടിഫൈ ചെയ്ത് കിട്ടിയത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അന്നത്തെ കാലത്ത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം നേടിയിരുന്നു. അടുത്തത് 2014 ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ നായകനായി പുറത്തിറങ്ങിയ വെള്ളിമൂങ്ങ എന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ സറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ബിജു മേനോനെ കൂടാതെ നിക്കി കൽറാണി, അജു വർഗീസ്, ആസിഫ് അലി, KPSC ലളിത, ടിനി ടോം, സിദ്ദീഖ്, ലെന, കലാഭവൻ, ഷാജോൺ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്തോ മഴക്കുഴിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ മാത്രം സ്വാധീനമുള്ള ഒരു ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ ഒരു പ്രവർത്തകനായിരുന്നു നമ്മുടെ നായകൻ CP മാമച്ചൻ. മാമച്ചന് മാത്രമല്ല, മാമച്ചന്റെ പാർട്ടിക്കും ഒരുപാട് ഹേറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്ന് ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷനിൽ മത്സരിക്കുന്നതും ജയിക്കുന്നതുമായിരുന്നു ഈ സിനിമയുടെ കഥ. ഒട്ടും ഹൈപ്പില്ലാതെ വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച് വമ്പൻ വിജയം നേടിയ സിനിമയായിരുന്നു ഇത്. ബിജു മേനോന്റെ ഒരു രണ്ടാം വരവ് ഈ സിനിമയിലൂടെ ആയിരുന്നു. 2,80,00,000 നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. 2014 വർഷത്തെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രധാന വിഷയമായി പറയുന്ന അടുത്ത സിനിമ 2006 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലയൺ എന്ന ചിത്രമാണ്. ദിലീപ്, കലാശാല ബാബു, കാവ്യ മാധവൻ, കാർത്തിക, സൈജു കുറുപ്പ്, ഇന്നസെന്റ്, ജഗദീഷ് ശ്രീകുമാർ, റിയാസ് ഖാൻ, സായ് കുമാർ, ഷമ്മി തിലകൻ, വിജയരാഘവൻ, മധുബാൽ തുടങ്ങി വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനും മുൻ മന്ത്രിയുമായിരുന്നു ബാലഗംഗാധര മേനോൻ. അദ്ദേഹത്തിന്റെ മകനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് നമ്മുടെ കഥാനായകൻ B. കൃഷ്ണകുമാർ. സ്വന്തം അച്ഛനെതിരെയും അച്ഛന്റെ അഴിമതികൾക്കെതിരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ആഭ്യന്തര മന്ത്രിയായി ചാർജ് എടുക്കുകയും പിന്നീട് കൊണ്ടുവരുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. എന്നെ മന്ത്രി കസേരയിൽ എഴുതിപ്പിച്ചുവിട്ടത് എന്നോട് മിണ്ടാൻ പറഞ്ഞു. ഞാനല്ലോ എഴുന്നേപ്പിച്ചുവിട്ടത്, ജനങ്ങളല്ലേ. ഉദയ് കൃഷ്ണ, CB K തോമസ് ആയിരുന്നു ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയും ചെയ്തിരുന്നു. സിനിമ മാത്രമല്ല, സിനിമയിലെ പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
അടുത്തത് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ഉണ്ട എന്ന ചിത്രമാണ്. ഇലക്ഷനിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കഥയല്ല, ഇലക്ഷൻ നല്ല രീതിയിൽ നടത്താൻ എപ്പോഴും സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞത്. മമ്മൂട്ടി, രഞ്ജിത്ത്, ദിലീഷ് പോത്തൻ, ഷൈൻ ടോം ചാക്കോ, കലാഭവൻ ഷാജോൺ, അർജുൻ അശോകൻ, ജേക്കബ് ഗ്രഹറി, റോണി ഡേവിഡ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഛത്തീസ്ഗഡിലെ പ്രശ്നബാധിത പ്രദേശത്തേക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി പോകുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥർ. SI മണികണ്ഠൻ നമ്മുടെ കഥാനായകനാണ് ഈ ഗ്രൂപ്പിന്റെ തലവൻ. ആവശ്യമായ ആയുധങ്ങളൊന്നുമില്ലാതെയാണ് നമ്മുടെ മണികണ്ഠനും ഗ്രൂപ്പും ഇലക്ഷൻ ബൂത്തിന് കാവൽ നിൽക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച് ബൂത്ത് പിടിച്ചെടുത്ത് ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പിനെ ഇവർ നേരിടുന്നതും പരാജയപ്പെടുത്തുന്നതുമാണ് സിനിമയുടെ കഥ. റിസർവ് ഫോറസ്റ്റിൽ വെച്ച് സിനിമ ചിത്രീകരിച്ചതുകൊണ്ട് ഈ ചിത്രത്തിനെതിരെ പരാതി ഉയരുകയും സിനിമയുടെ റിലീസ് ഒരുപാട് തവണ വൈകുകയും ചെയ്തിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും സാമ്പത്തികമായി വൻ വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചിരുന്നു. അടുത്തത് 1993 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സമൂഹം എന്ന ചിത്രമാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി സുഹാസിനിയായിരുന്നു. അപ്പോൾ നേരായ മാർഗത്തിൽ കൂടി ആക്ഷൻ എടുക്കാൻ താങ്കൾ തയ്യാറല്ല? പേടിപ്പിക്കുക. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനാണ് നിങ്ങളെ കാക്കിക്കുപ്പായം തന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സുരേഷ് ഗോപി, മനോജ് ഗജൻ, ശ്രീനിവാസൻ, നെടുമുടി വേണു, വിനീത്, സുനിത, രാജൻ പി ദേവ്, ശങ്കരാടി തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഇലക്ഷനിൽ മത്സരിക്കുന്ന നമ്മുടെ കഥാനായിക രാജലക്ഷ്മി വിജയിക്കുകയും MLA ആവുകയും ചെയ്യുന്നു. പിന്നീട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ഇഷ്ടപ്പെടാത്ത ശത്രുക്കൾ ഇവരെ നേരിടാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ഒരുപാട് നല്ല പാട്ടുകളും ഈ സിനിമയിലുണ്ട്. ജോൺസൺ മാഷായിരുന്നു ഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. സിനിമയുടെ പേര് സ്ഥാനാർത്ഥി സാറാമ. 1966 ഈ സിനിമ റിലീസാവുന്നത്. KS സേതുമാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രേം നസീർ, ഷീല, അടൂർ ബാസി, മുതുകുളം രാഘവൻ, ശങ്കരാടി, TR ഓമന, പ്രതാപചന്ദ്രൻ, GK പിള്ള തുടങ്ങിയവരാണ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു ഈ സിനിമയിലെ പ്രധാന വിഷയം. ഒരു വാർഡിലേക്ക് കഥാനായിക സാറാമ്മയും ജോണിയും ഷീലയും പ്രേം നസീറും അവതരിപ്പിക്കുന്ന ഈ 2 കഥാപാത്രങ്ങൾ പരസ്പരം മത്സരിക്കുന്നതും പിന്നീട് അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റു സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. അന്നത്തെ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇത്. പഴയ കാലത്ത് നടക്കുന്ന ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, റെഫർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയിൽ ഏകദേശം 8 പാട്ടുകളോളം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സംവിധായകൻ KS സേതുമാധവൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും പഴയകാല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന സിനിമ കൂടിയാണിത്. ഒന്ന് കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അടുത്തത് വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ ലാൽ സലാം എന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, മുരളി, ഗീത, ഊർവശി, രേഖ, മധു, ജഗദീഷ് ശ്രീകുമാർ, നെടുമുടി വേണു തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. നീ എന്നോട് കളിക്കല്ലേ, നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരിടേണ്ടി വന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. നെട്ടൂർ സ്റ്റീഫൻ, DK ആന്റണി, സേതുലക്ഷ്മി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ ശക്തിയായി മാറുന്നതും, DKയും സേതുലക്ഷ്മിയും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുന്നതും പിന്നീട് മന്ത്രിമാരാകുന്നതും പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. സംവിധായകൻ കൂടിയായ വേണു നാഗവള്ളി തന്നെയായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ഏകദേശം 4 പാട്ടുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. ജോൺസൺ മാഷായിരുന്നു പാട്ടുകൾ ഒരുക്കിയിരുന്നത്. പാട്ടുകളും വളരെ ജനപ്രിയമായിരുന്നു. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. തെരഞ്ഞെടുപ്പ് പ്രധാന വിഷയമാക്കിയ ഒരുപാട് സിനിമകൾ ഇനിയുമുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.